നിങ്ങൾ പലരും ഇപ്പോഴും നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട്, അതായത് 550 അടുത്തായിട്ടുള്ള സ്കോറുകളൊക്കെ വാങ്ങിച്ചിട്ട് ചിലപ്പോൾ 560 എബോയിലേക്ക് വേണ്ടി വരും നമുക്ക് ഈ വർഷത്തെ നീറ്റിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി, MBBS അഡ്മിഷന് വേണ്ടിയിട്ട്. ആ സ്കോറിലേക്ക് എത്തിപ്പെടാതെ ഇപ്പോഴും ഇനി എന്ത് കോഴ്സിന് പോകണം, ഞാൻ BDS എടുത്താലോ അല്ലെങ്കിൽ മറ്റു കോഴ്സുകൾ എടുത്താലോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കുട്ടികളുണ്ട് നമുക്ക് ചുറ്റിലും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, JPC ഇതാ കംപ്ലീറ്റ് പുതിയ AI ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള CPT മോഡൽ എക്സാംസും നടത്താൻ പറ്റുന്ന രീതിയിലുള്ള പുതിയൊരു ആപ്പ് ഡെവലപ്മെന്റിലേക്ക് കയറി കഴിഞ്ഞു. 30 ഡേയ്സോട് കൂടെ JPC കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു AI ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ സൂപ്പർ 30 ബാച്ചിലേക്ക് നമ്മൾ കുട്ടികളെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 30 സ്റ്റുഡൻസ് മാത്രമാണ്. ആ സൂപ്പർ 30 പഠിച്ച ജിയാദാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. ജിയാദ് കേരളത്തിൽ 7th റാങ്കാണ് ക്രാക്ക് ചെയ്തത്. JPC ആദ്യ വർഷം തന്നെ 110 കുട്ടികളിൽ 56 പേരെ ഗവൺമെന്റ് MBBS എത്തിച്ചേക്കുന്ന സ്ഥാപനമാണ്. പറയുമ്പോൾ നമ്മൾ കുഞ്ഞു സ്ഥാപനമാണ്, പക്ഷെ റിസൾട്ടുകൾ കൊണ്ട് നമ്മൾ എല്ലാ വർഷവും മുന്നിൽ തന്നെയാണ്. കഴിഞ്ഞ വർഷം കേരളത്തിൽ ആദ്യത്തെ 100ൽ 4 റാങ്കുകൾ 200 പേരിൽ നിന്നാണ്. അതിന് മുന്നിലത്തെ വർഷം കേരളത്തിൽ 200 പേരുണ്ടായിട്ട് 100ൽ 2 റാങ്കുകൾ, 20 റാങ്കും 55. ഇതൊക്കെ നമ്മുടെ JPC ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ജിയാദിന്റെ മെന്റർഷിപ്പിലൂടെ, അതുപോലെ തന്നെ ജിയാദിനെ പോലുള്ള ടോപ്പേഴ്സിന്റെ മെന്റർഷിപ്പിലൂടെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏറ്റവും ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് ഡോക്ടർ JPCന്റെ സൂപ്പർ 30 ബാച്ച്. അതിന്റെ എക്സ്പീരിയൻസ് എന്നേക്കാളും നന്നായിട്ട് പറഞ്ഞുതരാൻ പറ്റുന്നത് ജിയാദാണ്. ആ ബാച്ച് എക്സ്പീരിയൻസ് ചെയ്ത കുട്ടിയാണ്. ആ ബാച്ചിൽ നിന്ന് കേരളത്തിലെ 7ാമത്തെ റാങ്കുകാരനായിട്ട് മാറിയേക്കുന്ന ആളാണ്. അപ്പൊ ജിയാദെ, നമ്മുടെ സൂപ്പർ 30നെ കുറിച്ച് എന്താ എനിക്ക് പറയാനുള്ളത്? ഇപ്പോൾ സൂപ്പർ 30 ബാച്ച് പറയുന്നതിൽ അതിൽ എന്ത് ചെയ്യാം, വളരെ കുറച്ച് സീറ്റുകളാണ് ഉണ്ടായിരിക്കുക. അതിലെന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ എക്സാം സീരീസ് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് നീറ്റിൽ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക അപ്പിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് സൂപ്പർ 30 ബാച്ചിലാണ് പഠിച്ചത്. എനിക്ക് ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസ് ഇവിടെ പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇപ്രാവശ്യം എന്താ യൂണീക്ക് എന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ മെൻറ്റർഷിപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നീറ്റ് റിപ്പീറ്റ് ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കീ ഫാക്ടർ എന്നുള്ളത്. ഇനിയും തീരുമാനം എടുക്കാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറേ ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ 30 പേരിൽ ഒരാളായിട്ട് വന്നിട്ട് എല്ലാ അറ്റൻഷനോടുകൂടെയും നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് ഏറ്റവും നല്ല അധ്യാപകരിലൂടെ, ഏറ്റവും നല്ല മെറ്റീരിയലിലൂടെ, ഏറ്റവും നല്ല എക്സാമിലൂടെ, ഏറ്റവും നല്ല മെന്ററിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒന്നും ആലോചിക്കാനില്ല, എത്രയും പെട്ടെന്ന് JPC വരാട്ടോ.